ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ള കടമ്പ്രാറ് വരെ ഒന്ന് പോകണം. അപ്പൊ നിങ്ങളൊന്ന് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാനുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. മിക്ക ആൾക്കാരും കടമ്പ്രാറ് പോയിട്ടുണ്ടാവും, എന്നാലും നമ്മുടെ വ്ളോഗ് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. നമ്മൾ നടന്നാണ് പോണേ. വീടിൻ്റെ അവിടെ നിന്ന് കടമ്പ്രാറ് നടന്നാൽ മതി. അധികം കിലോമീറ്റേഴ്സ് ഒന്നുമില്ല, കുറച്ചുള്ളൂ. അപ്പോൾ പോണേക്ക് കാണാം കേട്ടോ. ഇന്ന് കുറച്ചധികം പരിപാടികൾ ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ ആദ്യ കുർബാന സ്വീകരിക്കുന്നതിന് ആദ്യ സ്വീകരണമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒരു 3 ആദ്യ സ്വീകരണം ഉണ്ടായി. ഒന്ന് എൻ്റെ കസിൻ്റെയും, ഒന്ന് പപ്പയുടെ കൂട്ടുകാരൻ്റെയും, ഒന്ന് വേറൊരു കസിൻ്റെയും ഉണ്ടായി. അപ്പോ അത് ഈ കടമ്പറ കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കുറച്ച് പേരുടെ അങ്ങനെ മാറി മാറി കുർബാന സ്വീകരണത്തിന് പോയി. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായില്ല, ആൻറ്റിയുടെ അടുത്തായിരുന്നു. ഇപ്പൊ ഇന്നലെയാണ് ഇവിടെ നിന്നത്. അപ്പോൾ അനിയനുണ്ടായി. അനിയൻ വെച്ചാൽ പപ്പയുടെ ചേട്ടൻ്റെ മോനാണ്, പുള്ളിയുടെ കൂടിയാണ്. അപ്പോൾ പുള്ളീനൊക്കെ ഒന്ന് കാണിക്കാന്ന് ഓർത്തിട്ടാണ്, കടമ്പ്രാറും പുള്ളീനെ കാണിക്കാന്ന് ഓർത്തിട്ടാണ് പോണേ ഇന്ന്. അപ്പോൾ അതാണ് സംഭവം. നമുക്ക് നമ്മളെപ്പോഴും കാണുന്നതുകൊണ്ട് നമുക്ക് വേണം അങ്ങനെയൊന്നുമില്ല. ഒന്ന് അവനൊന്ന് കാണിക്കാം, അതുപോലെ തന്നെ വീഡിയോയിലൊന്നും നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാന്ന് ഓർത്തിട്ടാണ് പോണം തന്നെ. ഓക്കെ, അങ്ങനെ കടമ്പ്രാറ് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഗൈസ്. എല്ലാരും കടമ്പ്രാറ് പോയിക്കൊണ്ട് ഈ വഴിയാണ് അങ്ങോട്ട് പോണം. അപ്പൊ അതാണ് സംഭവം. ഇത് മിൽഗ്രാം ആട്ടോ ഇവിടുത്തെ. പണ്ട് പശുക്കോറം പശുവൊക്കെ ഉണ്ട് ഇവിടെ. മിൽഗ്രാമിന്റെ മിൽമേന്ന് ഇവിടെ നിന്നാണ് മിൽമയ്ക്ക് പാലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. സ്ഥലം ഇപ്പൊ അതൊന്നും തുറക്കാതെ ഇപ്പൊ വീടുകൾ സംഭവം. അതാണ് സംഭവം. വൈസ്മൻ ക്ലബിന്റെ ഇതിന്റെ ഉള്ളിലാട്ടാ, ഇതിന്റെ ഉള്ളിലേക്കാണ് വൈസ്മൻ ക്ലബ്. കഴിച്ചതാണ് ശ്രീജേഷ് അക്കാഡമി കഴിച്ചതാട്ടത്. ഇവിടെ ശ്രീജേഷ് അക്കാഡമി ഇപ്പൊ ഇവിടെ ഉണ്ടോന്ന് കറക്റ്റ് അറിയില്ല. അതിവിടെ ബോർഡ് ഉണ്ട് കണ്ടോ, ബോർഡില് കറക്റ്റ് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കടമ്പറ വന്ന വഴിക്കൊക്കെ ഉള്ള സാധാരണമാണ് ഇതൊക്കെ. ഞങ്ങളൊന്നും പോകാറില്ല കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഇവിടെയും പുതിയ ടെറസ് ആണെന്ന് തോന്നുന്നു. 2 ടെറസ് രണ്ട് ടെറഫുകൾ ഗൈസ്. പഴങ്ങാടുന്ന സിറ്റി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ മിൽഗ്രാമിന് നേരത്തെ എൻട്രി സൈഡ് മൊത്തം ഗൈസ്. ഇവിടെ ഭയങ്കര മണാട്ടോ, ചീഞ്ഞ മണാണ് ഗൈസ്, ചീഞ്ഞ മണം. പശു ഇല്ലെങ്കിലും ചീഞ്ഞ മണം ഗൈസ്. പശു ഉണ്ടോ? സോറി ഞാൻ പറഞ്ഞ സോറി. ഇവിടെ പശു ഉണ്ടെന്നാണ് ഇപ്പോഴും പറയുന്നത്. അത് നമ്മൾ പശു ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പശു ഉണ്ടെന്ന്, പക്ഷെ ഇവിടെ പശു ഇല്ലെന്നാണ് കേട്ടെ. തോന്നല്ലോ ഗൈസ്. ഇത് ഇവരുടെ കൂട്ടുകാരന്റെ വീടാട്ടാ. നിറച്ചെങ്കിലും പക്ഷെ ഇവിടെ മറ്റേ ആ പഞ്ചോറിന്റെ തൊട്ട് മറ്റേ ആ കിളിയുടെ പേരത്തെ 5 കളറുള്ള മെക്കാവോ ഉണ്ട്. മെക്കോ ആണ് ഇവിടെ വീട്ടിൽ പറന്നു പോയത്. യെല്ലോയും കളർ നിക്കാവും പറന്നു പോയി. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു പോയി. ആ ചേട്ടൻ പോയി തെങ്ങി കയറി പിടിച്ചു. തെങ്ങി കയറി പിടിച്ചപ്പോ തെങ്ങി കയറി പിടിച്ച് തിരിച്ചുകൊണ്ടു. അതിനെന്തൊരു അസുഖമായിരുന്നു. അത് കഴിഞ്ഞപ്പം അതിന്റെ പൂടയൊക്കെ കൊഴിയാൻ തുടങ്ങി. അത് ഇത്ര നീളമൊക്കെ. പക്ഷെ ഇവിടെ പറയണ കിട്ടണമെന്ന് എനിക്കറിയില്ല. എന്റെ മൈക്കിരിക്കണത് ഇനി കിട്ടണമില്ലെന്ന് എനിക്കറിയില്ല. ഫസ്റ്റത്തെ സ്റ്റേഷൻ കടയാട്ടോ, സ്റ്റേഷനറി സോറി പലചരക്ക് കട ഫസ്റ്റ്. പിന്നെ അങ്ങോട്ട് ഇല്ലെന്ന് തോന്നുന്നു. കടമ്പ്രാറ് പോണ ഇവിടെ നിന്നാണ് ഗൈസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാലും യൂറോ ട്രക്ക് ഇങ്ങോട്ട് കടമ്പ്രാറാണ് ഗൈസ്. മാറിപ്പോയി സോറി ഗൈസ്. പഴങ്ങനാടിന്റെ ദേശീയ പക്ഷി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സുന്ദരി താറാവ്. ഇവിടെ നിന്നാണ് താറാവിനെ എല്ലാവരും വാങ്ങിച്ചിട്ടുള്ളത്. ഇവിടെ ദേശീയ പക്ഷി അത് ഞാൻ ആദ്യമായിട്ടാണ് കിട്ടില്ല സ്ഥലം. എത്രയും അധികം നാളെ വന്നുള്ളതാണ് എനിക്ക് തോന്നുന്നേ. ഒരു വർഷമായിട്ടുള്ളൂ. പക്ഷെ ഇവിടെ മറിച്ച ആൾക്കാർ നോക്കി എന്തോരം ആൾക്കാരാ. പക്ഷെ അടിപൊളി ക്ലൈമറ്റ് ആണ് അല്ലേടാ. ഈ ടൈമിൽ ഇവിടെ വന്നോട്ട്. ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ അത് തന്നെ നല്ല കാഴ്ചകളുണ്ട്. നിങ്ങൾ പറയും പക്ഷെ ഉറക്കെ പറഞ്ഞ ചിലപ്പോ കേൾക്കും. അതുകൊണ്ടാണ് ഇവരെന്ത് പൊട്ടത്തരാണ് പറയണത്. നമ്മൾ ഈ ടൈമിലല്ലേ വന്നേക്കുന്നത്. ഈ ടൈമിലൊന്നും സൂപ്പർ. ഈ ടൈമിൽ മഞ്ഞെന്നാ പറഞ്ഞത്. അവരോട് പറയുന്നു ബെൻസിനെ കണ്ടത് ഇവള് പലതും പറയും. ഇതിനെ കുറിച്ച് ഇവര് പറഞ്ഞു തരും കേട്ടോ, എന്നെക്കാട്ടിയുള്ള അറിവ് ഇവർക്കാ. ആർക്ക്? നിങ്ങക്ക്. ഇവിടെ ഈ സ്ഥലത്തെ കുറിച്ച് അതന്നെ ഇച്ചിരി ഉറക്കെ പറയണോടൊക്കെ.
ഈ സ്ഥലത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇവിടെ എപ്പോഴും വെള്ളം കയറും. മിക്ക നല്ല മഴ പെയ്യുമ്പോ ഇവിടെ വെള്ളം കയറും. ബെൻസൻ പറയണൊന്നും കേക്കണ്ടാട്ടോ. ബെൻസിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. ഇവൻ പറഞ്ഞ അധികം ഒന്നും ഇവന് ഇവിടെ ഇല്ലാത്തവനെ. ഞങ്ങൾ ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ബോട്ടൊക്കെ ഉണ്ട് അടിച്ചുകൊണ്ട് മീൻ പിടിക്കാനൊക്കെ. ഇവിടെ ബോട്ടിംഗ് ഒന്നുമില്ല. നേരത്തെ അത് വഞ്ചി. അത് മീൻ പിടിക്കുന്ന സ്ഥലം കേസ് നോക്കുന്നുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ മീനൊക്കെ കിട്ടും. ഇവിടെ അടച്ചേക്കുന്നത് ബണ്ട് ഇട്ട് അടച്ചേക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ താറാവിനൊക്കെ വളർത്താൻ സ്ഥലം. ഇവിടെ ബണ്ട് ഇട്ടടച്ചേക്കണ്ട. അങ്ങനെ തോടിന്റെയും പാടത്തിന്റെയും നടുവേ കൂടി ആസ്വദിച്ച് നടക്കാൻ ഗൈസ്. ഇവിടെ കിടിലത്തെ രസം നോക്കി. ഇവിടെയൊക്കെ രാവിലെ വന്നു. ഇവിടെ മിക്ക ആൾക്കാർ ജോഗിങ് കണ്ട. ഇത് വണ്ടർല. അവിടെ വണ്ടർല. അവിടെ വണ്ടർല. ഞാനൊന്നും പറഞ്ഞോട്ടെ പ്ലീസ്. പക്ഷെ ഇവരെ ഞാൻ ഇപ്പോഴും കണ്ടിട്ട് ഈ വ്ലോഗിൽ തന്നെ ഉൾപ്പെടുന്നത്. നേരത്തെ വീഡിയോസ് ഇടുന്ന ഇവരെ കേട്ടാറില്ല. പിന്നെ എനിക്ക് ഇവരെ എന്നെക്കാട്ടും കൂടുതൽ ഇവർക്ക് അറിവുള്ളതുകൊണ്ട് ഞാൻ ഇവർക്ക് ക്യാമറ കൊടുത്തേക്കുന്നത്. ഇവർക്ക് ക്യാമറമാനിയെ കൂടുതലുള്ള ആൾക്കാരാണ് കൈസ്. ഇവര് ക്യാമറമാനെ കൂടുതലുള്ള കൈസ്. ഞാൻ കിഡിലും കഴിച്ചു കാണിച്ചത്. കിഡിലെ ഒരു പോത്തിനെങ്കിൽ തീർന്നിട്ടാണ് വടി തിരിച്ച് ഞാൻ ഈ വഴി അങ്ങോട്ട് കൊടുത്തു. അതൊന്നും പറയാനില്ല. കിഡിലും ഞാൻ ഞങ്ങളുടെ പഴങ്ങനാടിന്റെ ദേശീയ ആ സംഭവത്തിന് ഞങ്ങൾ കാണിച്ചു. കിഡിലും കഴിച്ചു. ഞാൻ ഇത്ര നാളായിട്ട് ഇപ്പഴാണ് ഞാനിങ്ങനെ നിങ്ങൾ നേരത്തെ ഇങ്ങനെ വരുമ്പോ അടുത്തേ കൂടി കാണാനല്ല. കിഡിലും ഞാൻ കാണിച്ചു തരട്ടാ. കാണിച്ചേട്ടാ ഗൈസ്. കണ്ട ഈ കിഡിലാണെങ്കിൽ എല്ലാം ഇങ്ങനെ നിരന്ന് ഇങ്ങനെ. താറാവിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുങ്ങളെല്ലാം ഇങ്ങനെ ഒരുമിച്ച്. ഈ കോഴി ചില കോഴികൾ പേടിച്ചോളം ഇങ്ങനെ ഓടിയും നാല് ഒഴിക്കും. പക്ഷെ ഇതുങ്ങളിങ്ങനെ ഒരുമിച്ചാ നിൽക്കുള്ളൂ. കണ്ട ഒരുമിച്ച് ഇത് കണ്ട. പക്ഷെ ഈ ഞാൻ പറയണ കാറ്റുള്ളതുകൊണ്ടാ ക്ലിയർ ആവാത്ത പകുതി ഒന്നും. അതുപോലെ ഇവര് പറഞ്ഞ സൗണ്ട് അകത്ത് എന്റെ ഇവിടെ മൈക്ക് ഇവിടെ ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഇവര് പറയണെന്ന് പകുതി. ഞാൻ വേറെ മൈക്ക് എടുക്കാൻ മറന്നു. ഏതാ പറ്റിപ്പോയെ. വിഷയം കണ്ട നോക്കി. രസം നോക്കി. ഒരു ഇവിടെ നിന്ന് പ്രാർത്ഥന അല്ലാട്ടാ. ഈ പോത്തൊന്നും ചെയ്യൂല ഗൈസ്. ഗൈസ് ഞങ്ങളെ ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു പ്രാവശ്യം തന്നെ ഗൈസ് ആ കാര്യം മറന്നുപോയി. ഗൈസ് നമുക്ക് ഇവിടം വരെ നമുക്ക് ഇനി അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് തിരിച്ചിട്ട് അങ്ങോട്ട് തന്നെ നടക്കാം ഗൈസ്. അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതാണ് ഗൈസ്. എന്താ രസം നിങ്ങൾ പോണോക്കി. അടിപൊളി. ഇഷ്ടപ്പെട്ടു. അപ്പുറത്തന്നെ ചോറും കൈസ്. ഒരുത്തി പോത്തിനും പേടിച്ച് വേണ്ട. ഇത് മതി. ഇവിടുത്തെ ഇവന്റെ ഒരു ഫോട്ടോ ഞാൻ നിർത്തോളി. രണ്ടുപേരെ ഫോട്ടോ എടുത്തോണ്ടിരിക്കും. എനിക്ക് തലക്ക് വെളിവുണ്ടാവില്ല. അപ്പൊ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഞാൻ കണ്ടത്തി കയറി കഴിഞ്ഞിട്ട് കാണാം. പോസ് ചെയ്യടാ. നേരത്തെ പറഞ്ഞ ഇങ്ങനെ ലൈനായിട്ട് അത് നിങ്ങൾ പോണണ്ട. കറക്റ്റ് ലൈനായിട്ട് പോണോക്കി. നല്ല രസമല്ലേ കാണാൻ. കൈസ് വേണ്ട. നേരെ കയറി. അത് ഞാൻ പറഞ്ഞ സുന്ദരി താറാവ് കണ്ടില്ലേ. അങ്ങോട്ട് നിങ്ങൾ കയറി പോണണ്ട. കണ്ടേ ആ പുള്ളി അങ്ങോട്ട് പോണണ്ട. കൈസ് 4K എടുക്കാൻ പറ്റാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4K നമുക്ക് ഇത്രയും ഇത് കിട്ടൂല. സ്റ്റെബിലൈസേഷൻ ഫോണിപ്പോ കഴിഞ്ഞ അടി പോയിട്ടുണ്ട് ഗൈസ്. സ്റ്റെബിലൈസേഷൻ കിട്ടൂല. അതുകൊണ്ടാ 4K എടുക്കാതെ. 4K എടുക്കാൻ പറ്റാത്തതുകൊണ്ടാ സ്റ്റെബിലൈസേഷൻ. നമുക്ക് ഗൈസ് ചാർജ് ഇല്ല ഫോണിന്. കറക്റ്റ് ടൈമിൽ തന്നെയാണ് എല്ലാം. ഇവിടെ മഴക്കാലം പെയ്യേണ്ട എല്ലാം ഉണ്ട്. അപ്പോ ഗൈസ് പോലീസ് വന്നണ്ടേ. പോലീസ് ഈ ടൈമിലൊക്കെ പോലീസിന്റെ 5 മണി 6 മണി ടൈമാണ്. അപ്പോ ഓക്കെ പോണത്. എന്ത് രസം. അടിപൊളിയായിട്ട്. പക്ഷെ ഇത് കടമ്പ്രയറല്ലടാ കറക്റ്റ്. ഇത് വട്ടോലിക്കര എന്ന സ്ഥലമാണ്. ഇത് കടമ്പ്രയർ ഇത് അവിടെയാട്ടോ. അവിടെ കണ്ട കടമ്പ്രയർ. നമുക്ക് കുറച്ച് കാഴ്ച നമുക്ക് അവിടത്തെ കാഴ്ച എടുക്കാട്ടോ പെട്ടെന്ന്.
ഇതാട്ടെ യൂറോടെക്, നമ്മുടെ മറൈൻ എഞ്ചിനീയറിംഗ് ഒക്കെ ഇല്ലേ, അതൊക്കെ പഠിക്കുന്ന സ്ഥലമായിട്ട് ഇത്. മറൈൻ എഞ്ചിനീയറിംഗ് സ്ഥലം, മറൈൻ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ കോളേജിന്റെ ഹോസ്റ്റലല്ല, അക്കാഡമി രീതിയിൽ പണിതിട്ട് അങ്ങനെയാ. അപ്പൊ അവിടെ പഠിപ്പിക്കലൊന്നും. പക്ഷെ ഇവിടെ മൊത്തം ഇടിയാട്ടെ. ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പൊ ഇടി കൊടുക്കും രണ്ടിന്. ഇതിനെക്കൊണ്ട് സീനറി ഉണ്ട്, കേട്ടത് സീനറി അടിപൊളി സീനറി, അടിപൊളി സീനറി. കഴിച്ച ഒരു പാട്ട് മത്സരം തോന്നുന്നു. നമ്മുടെ വലിയ കുട്ടി പാടും, വലിയ കുട്ടി പാടും, പെൻസൻകുട്ടിയും പാടും. പക്ഷെ ഇതൊക്കെ നേരത്തെ ഒരു ഇപ്പോഴും സ്ഥല രീതിയിൽ തന്നെ ഇവിടെ ഇപ്പോഴും കിടക്കണേ. മീൻസ് ലാൻഡ് പോലെ അതിങ്ങനെ ചെളിയൊക്കെ പിടിച്ച് ഇവിടെ കളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ കളിയൊന്നുമില്ല, നേരത്തെ കളിക്കാറൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് അക്കാഡമി. കഴിച്ച് ഇതെന്ന് പറഞ്ഞത് ഒരു തുരുത്ത് പോലെ കിടന്ന സ്ഥലമായിട്ടത്. നമ്മുടെ വഴിയൊന്നും ഉണ്ട്. നമ്മളിപ്പോ ഞാനിപ്പോ നിങ്ങൾ ആ ഒരു ചെറിയ നടക്കുന്ന ഭാഗമില്ല, അതുപോലെ നടക്കണ ഇതുണ്ട്. പയ്യെ ഇവിടെയൊക്കെ മണ്ണിട്ടൊക്കെ പൊക്കി റോഡാക്കിയത് ഇത് പണിയാൻ വേണ്ടിയാന്ന് തോന്നണേ. സ്പോട്ട് ഞാൻ കേട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ലേ, മൈക്കിന്റെ ഇതായോണ്ട്. എനിക്ക് അറിയാണ്ടാണ് ഞാൻ പാടിയത്. ഇവർക്ക് അറിയാവുന്ന ആൾക്കാരാ ഇവര് പാടും. അക്കാഡമി ഉണ്ടോ? ഫോണിന്റെ പരിപ്പൊക്കെ ഇളകാതായെന്ന് തോന്നുന്നു. ഒന്നും മര്യാദക്ക് നിക്കള്ള അങ്ങനെ സംഭവങ്ങളൊക്കെ ആയി. ഇതാണ് ഷിപ്പ് പോലെ ബെന്റ്ലി പറഞ്ഞ കണ്ട. പക്ഷെ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ നടന്ന് നമുക്ക് അധികം ദൂരെ നമുക്ക് തോന്നില്ല. പക്ഷെ നമ്മൾ ഒറ്റക്കൊക്കെ നടന്നു വരാണെങ്കിൽ നല്ല പാടായിരിക്കും ഇങ്ങനെ നടന്നൊക്കെ വരെ. അതാണ് സംഭവം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഇവിടെ അവസാനിക്കാറായിട്ടില്ല കേട്ടോ. ഇവനിങ്ങനെ വീഡിയോ മാനി അധികം ഇല്ലാത്ത, പക്ഷെ എന്ന് വെച്ച് ഫേമസ് ആവുകയും വേണം. അതാണ് ഇവന്റെ ഒരു ആഗ്രഹം. എന്ത് ചെയ്യാൻ ഗൈസ്, അങ്ങനെ ഉണ്ട് ഗൈസ്. ഗൈസ് ഞാൻ നിങ്ങളെ കടമ്പറേന്റെ ഇത് പാലം കാണിച്ചു തരാം കേട്ടോ. ഗൈസ് ഞാൻ പറഞ്ഞ ഷിപ്പിനെ കണ്ട ഫ്രണ്ട് സൈഡ് കണ്ടത്. കുറെ നാൾ കഴിഞ്ഞിട്ട് കുറെ നാൾ പിടിച്ചു ഈ സാധനം വലിയപ്പോ ഇല്ലെന്നാണ് തോന്നണേ. വലിയ ഇത് ഹോസ്റ്റലാട്ടോ കണ്ടോ. നേരത്തെ ഓപ്പൺ, ഇപ്പൊ ഒന്നും ഓപ്പൺ അല്ല. ഇവിടെ കണ്ടോ, ആൾക്കാരുണ്ട് എന്നാ വലിയ രീതിയിൽ ആൾക്കാരില്ല. നേരത്തെ പോലെ ആൾക്കാരില്ല. നേരത്തെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതിവിടെ മീൻ പിടിക്കുന്നുണ്ട. മീനൊക്കെ ഉണ്ട് അത്യാവശ്യം മീനൊക്കെ ഉണ്ടാവാറുണ്ടോ. അത്യാവശ്യം മീൻ അവിടെ ചേട്ടന്മാര് ചൂണ്ടിരുന്നുണ്ടോ. അവിടെ കുളാട്ടോ, അങ്ങ് അറ്റത്തൊരു കുളം. ആണ് ഞാൻ പറഞ്ഞ പാലം ഉണ്ടോ. ഇതൊക്കെ മറ്റേ നമ്മുടെ പ്രളയം ടൈപ്പോഴൊക്കെ ഫുള്ള് വെള്ളത്തിലായിരുന്നു. ഫുൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി സ്ഥലം. അങ്ങോട്ട് കാക്കനാട് വണ്ടർല ഭാഗത്തേക്ക് ഇതൊരു ചുരുത്താ കണ്ട. അതിന്റെ ഫ്രണ്ടേജ് നോക്കി. പക്ഷെ ഞാൻ പറഞ്ഞ നല്ല ക്ലിയർ കുറവാണ്. എന്തോ ഈ ഫോണിന്റെ ഇതിന് പറ്റുന്നുണ്ട്. ഈ റിസീവർ കുത്തുന്നതിന്റെ ചാർജിങ് പോർട്ടിൽ ആ പോർട്ടിന് എന്തോ ചെറിയ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. എന്താ വണ്ടർല ഉണ്ടോ.
പക്ഷെ നടന്നോണ്ടെങ്കിൽ നേരത്തേക്ക് ഇത് ഓപ്പൺ ആയിട്ട് ഇപ്പൊ ക്ലോസ് ആക്കിയിരുന്നു. കാറിനൊക്കെ വെള്ളം കയറുന്നുണ്ടായിരിക്കും. എന്തൊക്കെയാ പറഞ്ഞിട്ട് എനിക്ക് ഒരു അറിയാതെ എന്തൊക്കെയാ പറഞ്ഞു. സുഖരിക വെള്ളം കുറവാ. കണ്ട നേരത്തെ നോക്കിയത് ഇത്ര ഇതൊക്കെ മുൻകിടക്കുമായിരുന്നു. വെള്ളം കുറവാണ്. കിലോമീറ്റർ നമ്മൾ നടന്നു 2 കിലോമീറ്റർ. ഞാൻ എണ്ണിയില്ല കിലോമീറ്റർ, കറക്റ്റ് അറിയില്ല എനിക്ക്. ഇവിടുന്നുള്ള വ്യൂ ഒക്കെ കിടിലൻ വ്യൂ അല്ലേ. കടമ്പേറ് 50 വർഷോ ചുമ്മാ തട്ടി വിടാട്ടാ, അധികം കൊല്ലായിട്ടൊന്നുമില്ല. ഞാൻ ജനിച്ചിട്ട് 0.2 കൊല്ലാവണേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ഇവിടെ നോക്കുമ്പോഴല്ലേ സോറി ജീവന്മാരുടെ പോരാട്ടം. അവിടെ കുറേ പേര് മരിച്ചിട്ടുണ്ട്. ഇവര് പറയണ പകുതി വിശ്വസിക്കണ്ട കേട്ടോ. ഭയങ്കര ചർച്ചയാണ്. എന്താ ചർച്ച? നിങ്ങളുടെ ചർച്ച എന്തുട്ടാന്ന് പറയൂ. നിങ്ങളുടെ ചർച്ചാ വിഷയം എന്താ? വണ്ടർലേ തൊട്ട് മുമ്പിലാണ് ഞങ്ങൾ ഇരിക്കണതാ. സോറി, അവിടെ കുറച്ച് ഹൈറ്റ് വേണം. അങ്ങനെ സംഭവം എങ്ങനെ പറയണെന്ന് എനിക്കൊരു മനസ്സിലാക്കാൻ അങ്ങോട്ട് നോക്കി നോക്കാം. കിട്ടില്ല വ്യൂ അല്ലേ, ഇങ്ങോട്ട് നോക്കൂ. പിന്നെ റോളർ കോസ്റ്റിൽ കയറ്റും ഞങ്ങളൊക്കെ. റോളർ കോസ്റ്റ് കയറ്റും ഞങ്ങളൊക്കെ. നിങ്ങൾ ഉറക്കെ പറയണോ? കേൾക്കൂല. റോളർ കോസ്റ്റിലെ ഈ പാലത്തിന്റെ വേറെ ലെൻഡിങ് ആണ് ഇവിടെ. എന്നെക്കാട്ടും 1 വയസ്സിന് താഴത്തുള്ള കൊച്ചില്ലേ, അതിന് ഇവിടെ കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് അവള് കണ്ണടച്ചിരുന്നു. പറ്റില്ല, അവളിറങ്ങിയപ്പോഴും തലാണ്. അങ്ങനെ കടമ്പ്രയാറിനോട് വിട പറഞ്ഞ് പോവുകയാണ് ഗൈസ്. കടമ്പ്രയാറിനോട് വിട പറഞ്ഞ് പോവുകയാണ് ഗൈസ്. അപ്പോൾ കടമ്പ്രയാറൊക്കെ പോയി ഞങ്ങൾ വന്ന് കുടിച്ച് റെഡി ആയിട്ട് എല്ലാവരും റെഡി ആയിട്ട്. അപ്പോൾ അധികം നമ്മളവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടായിട്ട് തോന്നുന്നു. നല്ല മഴക്കാറൊക്കെ അത്യാവശ്യം മഴ ചാറി തുടങ്ങിയിട്ടുണ്ടായ ടൈമിൽ പിന്നെ ഫോണിലും ചാർജ് ഉണ്ട്. അതൊക്കെ സംഭവം. അപ്പോൾ കറക്റ്റ് ഒന്നും എല്ലാം ഒത്തൊന്നും വന്നില്ല. എന്നാലും എൻ്റെ കഴിവിന് വരാൻ ഞാൻ നിങ്ങളെ കാണിച്ചത്. വീഡിയോ വന്നപ്പോൾ കുറച്ച് നോക്കിയപ്പോഴാണ് സ്റ്റെബിലൈസേഷൻ നല്ല രീതിയിൽ കുറവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് ഈ ക്യാമറയുടെ എന്തോ കംപ്ലൈന്റ് ആട്ടോ. അതിപ്പോൾ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് തന്നെയാണ് കിട്ടുന്ന നമുക്ക് ചെയ്യാട്ടോ. അപ്ഗ്രേഡ് പിന്നെ ഈ മൈക്കിന്റെ ഞാൻ പറഞ്ഞ ചാർജിങ് ബോർഡിന്റെ അവിടെ കംപ്ലൈന്റ് അതുകൊണ്ടാണ് ഒച്ച അത്രയും ക്ലിയർ. പിന്നെ കടകടാന്ന് അടിയും വന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ മൈക്ക് ഇല്ലാണ്ട് എന്താ വെച്ചാൽ ഞാൻ നേരത്തെ ഒന്ന് നോക്കിയപ്പോ മൈക്കിന് ആ ഒച്ച കടകട നല്ല ഒച്ച പോലെ ഉണ്ട്. അപ്പൊ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ എന്റെ പരിസരങ്ങളിലും വീടിന്റെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഈ ഡിസ്പ്ലിൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശിക്കും കമന്റിൽ ഉള്ളിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടായില്ല, ഞാനിവിടെ ഉണ്ടായില്ല, അതാണ് സംഭവം. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു. അതിന്റെ കാരണം കൊണ്ടാണ് വീഡിയോസ് ഉണ്ടാവാണ്ടിരുന്നത്. അപ്പൊ ഇനി എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ കുറച്ച് വീഡിയോസ് ഞാൻ റെഡിയാക്കാൻ
ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കണ്ടന്റുകൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് വീഡിയോസ് കറക്റ്റ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോസിന് സ്റ്റെബിലൈസേഷൻ കുറവ് അതുകൊണ്ടാണ്, ആ ക്യാമറയുടെ ഇതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെയൊക്കെ കുറച്ച് വീഡിയോസിന് വേണ്ടി. അപ്പോൾ ഔട്ട്ഡോർ ഞാനപ്പോൾ അവിടെ വെച്ചെടുത്തതൊക്കെ ഇപ്പം ഞാൻ ഇതിൽ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഔട്ട്ഡോറിന് എടുത്തിട്ട് വേണം അതിലേക്ക് കയറ്റണം. അതുകൊണ്ടാണ്. അപ്പോൾ കൃത്യം 8 മണിക്ക് നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും ഉണ്ടാവട്ടെ. വൈകുന്നേരം കൃത്യം 8 മണിക്ക് നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണോട്ടോ. എല്ലാവരും കമന്റ് രൂപത്തിൽ നിങ്ങൾ അഭിപ്രായം മനസ്സിലും ഇടണം. ഓക്കെ, ബൈ ബൈ.